Hello, beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. So I'm mentioning a page here named Saket Jaswal. You guys can DM him. He'll guide you how to invest and double your money. So what you guys are waiting for, go and DM him. He's 100% trusted and genuine. ടെൽനോസ്പാത്ത ചെയ്തിട്ടുള്ള ഈ ഒരു ട്രേഡിങ് അതൊരു സ്കാം ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് ആണ്, ഒരു ക്രിപ്റ്റോ ട്രേഡിംഗ് ആണ്. ഇതുപോലെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇതുപോലെ കുറേ സ്കാമിനെ പെയ്ഡ് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ളവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിന് കുറേയൊക്കെ പിടിക്കപ്പെടുന്നുണ്ട്, കുറേയൊക്കെ ഇങ്ങനെ പിടിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ടെൽനോസ്പാത്ത ഈ ഒരു പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ട് അവരെ വിശ്വസിക്കുന്ന കുറേ അധികം ആളുകൾ പോയിട്ട് ഇതിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയും അവർക്ക് പൈസ നഷ്ടമാവുകയും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ടെൽനോസ്പാത്ത എന്തായാലും ഇത് തനിക്ക് പറ്റിപ്പോയൊരു അബദ്ധമാണ് എന്ന് പറഞ്ഞ് മാപ്പുമായിട്ട് മുമ്പോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാപ്പ് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറിയൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് പറ്റിയൊരു അബദ്ധമാണ്, അവർ മനഃപൂർവ്വം തട്ടിപ്പിന് വേണ്ടി ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ മുമ്പോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഇതിക്ക് മുമ്പും ഇത്തരത്തിലുള്ള പ്രൊമോഷനുകൾ ടെൽനോസ്പാത്ത ചെയ്തിട്ടുണ്ട്. ഇതുവഴി പറ്റിക്കപ്പെട്ടവരോട് സഹതാപമുണ്ട്. കാരണം ഉപബോധം ഇല്ലാതെ ഓരോന്നിൽ ചെന്ന് ചാടിയിട്ടാണല്ലോ. ഒരുപാട് സ്കാംസിനെ പ്രൊമോഷൻ ചെയ്തിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാൾ തന്നെയാണ് ടെൽനോസ്പാത്ത. അപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു കയ്യബദ്ധം പറ്റി എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർക്ക് പറ്റിയതൊക്കെ തട്ടിപ്പും മനഃപൂർവ്വം തട്ടിപ്പ് ചെയ്തതും ഇവർക്ക് പറ്റിയതെല്ലാം കയ്യബദ്ധമാണ് എന്ന് അങ്ങ് വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ ഒരു സ്റ്റോറി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ വ്യക്തമായിട്ട് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് 100% ട്രസ്റ്റഡ് ആൻഡ് ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ്. ഇവർക്ക് അത്ര ബുദ്ധിയില്ലാത്ത ഒരാളാണെന്നുള്ളതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് എന്നൊരു സർട്ടിഫിക്കേഷൻ ഇല്ല എന്നുള്ളൊരു കാര്യം ഏതൊരു ബോധമുള്ളവനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇതൊരു മനഃപൂർവ്വമായിട്ട് തന്നെ അവർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഇപ്പോൾ പെട്ടെന്ന് തോന്നിയപ്പോൾ വന്നിരുന്നൊരു മാപ്പ് പറച്ചിൽ, പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ അവർ വന്ന് മാപ്പ് പറഞ്ഞപ്പോൾ അവരുടെ ക്വാളിറ്റി ഉയർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തട്ടിപ്പുകൾ ചെയ്യുന്ന എല്ലാവർക്കും വന്നിരുന്ന ഓരോ മാപ്പ് പറഞ്ഞാൽ മതി, അപ്പോൾ അവരുടെ ക്വാളിറ്റി അങ്ങോട്ട് ഉയരുമോ? 100% ട്രസ്റ്റഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ കണ്ണടച്ച് വിശ്വസിക്കുന്ന ആളുകളോടായിട്ട് ഇവരൊക്കെ പ്രൊമോഷനാണ് ചെയ്യുന്നത്, ഇവർക്ക് പൈസ കിട്ടും അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് നിങ്ങൾക്ക് പണം ഇരട്ടിപ്പിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തന്നതൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞു എന്ന് കരുതിയിട്ട് ഉടനെ ഉള്ള കാശും കൊണ്ടുപോയി കൈ നനയാതെ മീൻ പിടിക്കാമെന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള സാധനങ്ങളിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവസാനം ഇങ്ങനെ മൂഞ്ചി കുത്തി ഇരിക്കരുത്. പ്രൊമോഷൻസ് ചെയ്യും, എന്നിട്ട് ഇത് സ്കാംസ് ആണെന്നുള്ളതൊക്കെ ഇവർക്കറിയാം. എന്നിട്ട് അവസാനം പിടിക്കപ്പെട്ടു എന്ന് തോന്നുന്നൊരു സമയമാകുമ്പോഴേക്കും ഒരു മാപ്പ് പറച്ചിൽ അങ്ങ് നടത്തിയാൽ മതി. എന്നിട്ട് കുറേ ആളുകൾ അതിൻ്റെ ക്വാളിറ്റി ഉയർന്നു എന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്യും. ഇവർക്കൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. ഇപ്പോൾ വന്നിരുന്ന് പറഞ്ഞാൽ മതിയില്ല, എനിക്ക് സോറി, റിയലി സോറി, എനിക്കതൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞ് പ്രശ്നം തീർന്നല്ലോ. അവർ പറഞ്ഞല്ലോ, മാപ്പ് പറഞ്ഞല്ലോ, ഇനിയെങ്കിലും അവരെ വിട്ടുകൂടെ എന്നും പറഞ്ഞിട്ട് കുറേ ആളുകൾ വേറെയും വരും. അത്ര തന്നെയുള്ളൂ. നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും സംഭവിക്കുക. ഇത്തരത്തിലുള്ള സംഭവങ്ങളെല്ലാം ജനങ്ങൾക്കുള്ളൊരു വാണിംഗ് ആണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരാരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു, സർട്ടിഫൈഡ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വന്ന് പറയുന്നു, അവർക്ക് പൈസ കൊടുക്കാമെന്ന് പറയുന്നു, ഇവരത് പ്രൊമോട്ട് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. ഇവർക്ക് ഇതിനകത്ത് അനുഭവമോ ഒന്നും ഉണ്ടായിട്ടല്ല ഇവരതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇപ്പോഴെങ്കിലും നിങ്ങളൊക്കെ മനസ്സിലാക്കുക.